ധ്യാനമെന്നത് പ്രവർത്തിക്കാതെ ഇരിക്കലാണോ, അതോ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ബോധപൂർവം പങ്കാളിയാവുക എന്നുള്ളതാണ്? ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മളെ ചയോഗ സാധനയെ പരിചയപ്പെടുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ചയോഗ സാധന ലീഡ്സ് ടു ട്രൂ മാസ്റ്ററി വെൻ അവയർനെസ് കണ്ടിന്യൂസ് വിത്തിൻ ആക്ഷൻ ആസ് ലിവിംഗ് മെഡിറ്റേഷൻ. 4-ാമത്തെ അധ്യായം ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം എന്നുള്ളതിൽ സിദ്ധിയെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. അപ്പൊ ഇന്ന് സിദ്ധി ഉണർത്തുന്ന ചയോഗ സാധന എന്നുള്ളതാണ്. ഈ സിദ്ധി എന്നുള്ളതിന് മറ്റൊരു പദമായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വൈദഗ്ധ്യമാണ്. അപ്പൊ എന്താണ് വൈദഗ്ധ്യം, എന്താണ് ചയോഗ സാധന, എങ്ങനെയാണ് ചയോഗ നമ്മെ വൈദഗ്ധ്യത്തിൽ എത്തിക്കുന്നത്, മറ്റെന്തെല്ലാമാണ് ചയോഗയുടെ ഫലങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ സിദ്ധി എന്ന ഒരു പദം അത് വളരെയേറെ ഉപയോഗിക്കപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ്. സിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യവസ്ഥ അതിന്റെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുമ്പോൾ അതിന് ഒട്ടേറെ കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്യാൻ പറ്റും. ആ സ്വാഭാവികമായി ചെയ്യുന്ന ആ ഒരു പ്രക്രിയയുടെ ഇടയിലേക്ക് അനുചിതമായ ഭക്ഷണമോ, അനുചിതമായ ഇൻപുട്ടുകളോ, അനുചിതമായ സാഹചര്യങ്ങളോ, അനുചിതമായ സമയമോ കാലമോ അങ്ങനെയുള്ളതൊക്കെ വന്ന് ചേരുമ്പോൾ, നിരന്തരം വന്നു ചേരുന്ന സമയത്ത് ഇതിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ വരികയും അതൊരു പക്ഷെ അതിന്റെ പരിസരത്ത് നിന്ന് വിച്ഛേദിതമാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഈ ഐസൊലേഷനെ തിരിച്ച് പ്രകൃതിയുമായി ഉള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുക, അതിനോട് യോജിപ്പിലെത്തിക്കുക എന്നുള്ളതാണ് യോഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ യോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മിൽ നിർലീനമായിരിക്കുന്ന നമ്മുടെ ശേഷികൾ സ്വാഭാവികമായും വെളിപ്പെടും. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, അതിനു മുമ്പ് ഉണ്ട് അവിടെ, പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല, കാണാൻ അനുവദിച്ചിട്ടില്ല. അതെല്ലാം തെളിച്ച് ഈ മറ്റേ കണ്ണാടിയോടിന്റെ മുകളിൽ മാറാല പറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, പൂപ്പല് പറ്റി, പായല് പറ്റിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ വെളിച്ചമകത്തേക്ക് കയറില്ല. വെളിച്ചം കയറാൻ പ്രാപ്തിയുള്ളതാണ് കണ്ണാടിയോട്. പക്ഷെ ഇത് കുറെ നാളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാതെ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോകുന്നു. പുതിയ വീട്ടിൽ വെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ഇങ്ങനെ മൂടിയ ഒരു കണ്ണാടിയോട് കാണുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ആദ്യം മുതലേ അത് അങ്ങനെ തന്നെയാണ്, നമ്മൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും. അതേസമയം നമുക്കത് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ളതെല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അതുപോലെ നമ്മുടെ മേലെ പറ്റുന്ന പലതും കഴുകിക്കളഞ്ഞാൽ, വൃത്തിയാക്കിയാൽ നമ്മൾ യോഗത്തിലാകും. ആ യോഗത്തിലാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ലീനമായിട്ടുള്ള പലതും പ്രകടമായി വരും. ആ പ്രകടമാകുന്ന ആ ഒന്നിനെ നമ്മൾ സാധാരണ രീതിയിൽ സിദ്ധി എന്ന് പറയും. ഇത് തന്നെയാണ് വൈദഗ്ധ്യം എന്ന് പറയുന്നത്. അപ്പോ ഈ ചയോഗ സാധന എന്നുള്ളത് സിദ്ധി വർദ്ധിപ്പിക്കാനുള്ളതാണെന്നാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. സിദ്ധി വർദ്ധിപ്പിക്കാനോ, സിദ്ധി വികസിപ്പിക്കാനോ, സിദ്ധി വെളിപ്പെടുത്താനോ ഉള്ള ഒന്നാണ് ചയോഗ സാധന. എന്ന് വെച്ച് കഴിഞ്ഞാല് അമാനുഷികമായിട്ടുള്ളതോ അതുവരെ ഇല്ലാതിരുന്നതുമായിട്ടുള്ള ഒരു പുതിയ സംഭവത്തെ എടുത്ത് മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അകത്തുള്ള ആന്തരിക വൈദഗ്ധ്യം, അതിനുള്ള ശേഷി, അതിനുള്ള വാസന തുടങ്ങിയ കാര്യങ്ങളെ അത് വെളിപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോ നമ്മളിവിടെ ആ വൈദഗ്ധ്യം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈദഗ്ധ്യം എന്ന് വെച്ചാൽ നിയതമായ പ്രവർത്തനങ്ങളിലെ പ്രവാഹാവസ്ഥ. അപ്പൊ എനിക്ക് പാടുവാനുള്ള വാസനയുണ്ട്. പാടാനുള്ള വാസന എന്റെ ഉള്ളിലുള്ളപ്പോ പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അനുരണനം ചെയ്യാനുള്ള ഒരു ത്വര എനിക്കുണ്ടാവും. പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് മൂളും. അപ്പോൾ പാട്ട് കേൾക്കുക, പാട്ടിനോടുള്ള ആഭിമുഖ്യം, പാട്ടിനോടൊപ്പം പാടാനുള്ള ത്വര തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാനത് പലപ്പോഴും അറിയണമെന്നില്ല. എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമെങ്കിലും ഞാനത് അറിയണമെന്നില്ല. അങ്ങനെയുള്ള ഒട്ടേറെ പേരുണ്ട് കേട്ടോ. ഉള്ളിൽ വാസനകൾ ഉണ്ടായിട്ടും അതിന്റെ ശേഷികൾ ഉണ്ടായിട്ടും സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ മൊത്തം കലുഷിതമായ ഒരു പ്രദേശത്താണ് ജീവിക്കുന്നത്,
വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായതാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ചെറിയ കാലം മുതൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് നമുക്ക് ഈ പാട്ടിനോടുള്ള ത്വര എന്നുള്ളത് വെളിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരും. അങ്ങനെയുള്ളവര് ശേഷി ഉണ്ടെങ്കിൽ പോലും, താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഇത് വെളിപ്പെടുത്താതെ ജീവിക്കും. ചിലരെ സംബന്ധിച്ചോളം ഇത് ഇപ്പൊ പാട്ടെന്ന് പറയുന്നത് പാട്ട് കേൾക്കുന്നു, പാടുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ ചിത്രം വരയ്ക്കാൻ പേനയും പേപ്പറും അല്ലെങ്കിൽ ഈ വരയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി നമ്മൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നാൽ മാത്രമേ അത് സംഭവിക്കൂല്ലേ. വെറുതെ ഇരിക്കുന്ന ഇപ്പൊ അക്ഷരമോ അല്ലെങ്കിൽ മറ്റേ പുസ്തകമോ പേനയോ ഒന്നും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിത്രരചനയുടെ ഒരു പാഠവും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത് വെളിപ്പെടുത്താൻ ഈ ഒരു മീഡിയം ആവശ്യമാണ്. ഇതുപോലെ നമുക്ക് മീഡിയം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉപയോഗിക്കപ്പെടാത്ത ഒട്ടേറെ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഫാക്കൽറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ എന്റെ കൈ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാകത്തിലാണ് കൈയുടെ നിർമ്മിതി. കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് ഒരു കണക്കുണ്ടല്ലേ. ആ ചെയ്യാവുന്ന കണക്കിനനുസരിച്ചായിരിക്കും എന്റെ ഇവിടുത്തെ റൊട്ടേഷൻ ഇതിന്റെ മൊത്തം ഫിറ്റിംഗ് ആ രീതിയിലായിരിക്കും. അപ്പൊ ആ രീതിക്കനുസരിച്ച് കൈയെ കൈകാര്യം ചെയ്യാൻ ഉള്ള ശേഷി ശരീരത്തിന് ഉണ്ടാവും. ഇതുകൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്, അത് ചെയ്യാൻ പാകത്തിലാണ് കൈയുടെ നിർമ്മിതി ഉണ്ടാവുക. അപ്പോ ആ പ്രവർത്തനത്തിന് ഒരു പരിധിയുണ്ട്, ഒരു കൃത്യമായ രീതിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ടാവും. അതാണ് നിയതമായ പ്രവർത്തനങ്ങൾ. അതൊരു ഡിഫൈൻഡ് ആണ്. ഇത് ഇപ്പൊ എന്റെ കൈ കൊണ്ട് എനിക്ക് തിരിക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു പ്രത്യേക ഒരു പോസിബിൾ റേഞ്ച് ഉണ്ട്. ആ പോസിബിൾ റേഞ്ചിലുള്ള ഒരു അവസ്ഥയാണത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുക പോലും ചെയ്യാതെ ഇത് വളരെ പരിമിതപ്പെട്ട അളവിലേക്ക് നമ്മൾ ഒതുക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പാട്ട് അല്ലെങ്കിൽ ചിത്രം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് ഒതുങ്ങി പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഇങ്ങനെ പോകാറുണ്ട്. ഒതുങ്ങി പോകുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതിനകത്ത് ഒരു വഴക്കം എന്നൊരു കാര്യമുണ്ട്. ഈ വഴക്കമുള്ളത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തഴക്കത്തിലേക്ക് ചെല്ലും. ആ തഴക്കം നേടുന്നൊരവസ്ഥയാണ്, അതായത് നിയതമായ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു പ്രവാഹാവസ്ഥ. അത് സ്ഥിരമായിട്ടോ സുതാര്യമായിട്ടോ സുഗമമായിട്ടോ ചെയ്യാനുള്ള ആ ഒരു ശേഷി നേടുന്നതിനെയാണ് പ്രാവീണ്യം അല്ലെങ്കിൽ വൈദഗ്ധ്യം എന്ന് പറയുക. ആ വൈദഗ്ധ്യം നേടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയ നമ്മൾ ഉറപ്പായിട്ടും ആദ്യം വാസന വേണം, പിന്നെ അതിനനുസരിച്ചുള്ള ശേഷികൾ ഉണ്ടാവണം. ശേഷികളുള്ളവർക്കേ വാസന വരും, അതുണ്ടാവണം. പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് അഭ്യസിക്കേണ്ടി വരും. റിപ്പീറ്റഡ് ആക്ഷൻ ആണ് ഉണ്ടാകേണ്ടത്. റിപ്പീറ്റഡ് ആക്ഷൻ മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിരിക്കണം, സ്ഥിരമായിട്ട് അത് ചെയ്യണം. എങ്കിലാണ് ഈ പ്രാവീണ്യം അല്ലെങ്കിൽ വൈദഗ്ധ്യം എന്നുള്ളത് വെളിപ്പെടുക. അപ്പോ ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അവയവങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അന്തർജ്ഞാനമുണ്ട്. ഇപ്പോ പാട്ടിന്റെ രാഗങ്ങളെ അല്ലെങ്കിൽ സ്വരവിസ്താരത്തെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി പഠിക്കുകയല്ല വേണ്ട, അതിലേക്ക് നമ്മൾ നിരന്തരം നിരീക്ഷിക്കുക എന്നുള്ളത്, അതിനെ നിരീക്ഷിക്കുകയും അതിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് യാത്ര ചെയ്യാൻ മനസ്സിനെയോ ശരീരത്തിനെയോ സ്വരപേടകത്തെയോ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൂടി ഡെവലപ്പ് ചെയ്തു വരും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് വെച്ചാൽ ഈ നമ്മുടെ ശരീരത്തിനകത്ത് മസ്തിഷ്കത്തിനകത്ത് ന്യൂറൽ പാത്വേകൾ സെറ്റ് ആവുന്നതാണ്. പാത്വേ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു പ്രക്രിയ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നു. ഈ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് മസ്തിഷ്കത്തിൽ ഒരു ചലനം, ഒരു പ്രവർത്തനം ഉണ്ടാകേണ്ടതുണ്ട്. അടുത്ത ചലനത്തിന് അടുത്തൊരു നെർവസ് സിസ്റ്റത്തിനകത്ത് വേറൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് വേറൊന്ന്, അതിന്റെ തുടർച്ചയായിട്ടൊന്ന്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കൈകൊണ്ടോ കാലുകൊണ്ടോ വായ കൊണ്ടോ ഒക്കെ നമുക്കൊരു പ്രക്രിയ ചെയ്യാൻ കഴിയും. അപ്പോ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ചെയ്തതിന്റെ ഒരു കാൽപ്പാട്, സ്മൃതി അവിടെ ഉണ്ടാവും. വീണ്ടും നമ്മൾ ആ പ്രക്രിയ ചെയ്യുന്ന സമയത്ത് അത് തന്നെ വീണ്ടും ആവർത്തിക്കും. ആ വഴിയിലൂടെയൊക്കെ തന്നെ നെർവസ് സിസ്റ്റം പ്രവർത്തിക്കും. ഇങ്ങനെ അത് ആവർത്തിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിലെ കൂടെ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടായി വരും. നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ചെയിൻ അവിടെ ഉണ്ടായി വരും. അപ്പൊ ഇത്തരം ചെയിനുകൾ ഉണ്ടാവുന്ന സമയത്ത്, ന്യൂറൽ പാത്വേ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വൈദഗ്ധ്യം ഏറ്റവും നന്നായിട്ട് വെളിപ്പെടും.
അപ്പോ ഇത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ, ഇത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ, ഈ വൈദഗ്ധ്യം എന്നുള്ള സംഭവം ഉണ്ടാകണമെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞു, ആവർത്തിച്ച് വാസന ഉണ്ടാവണം, ചോദന ഉണ്ടാവണം. വാസന എന്നുള്ളത് അത് ചെയ്യാനുള്ള ശേഷി, വിളി, പ്രകൃതിയുടെ വിളി. രണ്ടാമത് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള വിളിയാട്ടോ, അത് ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണ് ജന്മവാസന എന്ന് പറയുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ശാരീരിക ശേഷിയും ഘടനയും. അത് സമയാസമയത്ത് കാര്യങ്ങൾ അനുകൂല പശ്ചാത്തലം വരുന്ന സമയത്ത് അതിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ നമ്മുടെ മുന്നിലേക്ക് വരും. അതിനാണ് ചോദന എന്ന് പറയുക. ഈ ചോദന വരുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യണം. ചെയ്യുമ്പോൾ ഈ ന്യൂറൽ പാത്വേ സെറ്റ് ആവും, ഡെവലപ്പ് ആവും. അത് ആവർത്തിച്ച് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ഇത് ന്യൂറൽ പാത്വേ അവിടെ കൃത്യമായിട്ട് ഫോം ആകും. അത് സ്ഥിരതയുള്ള ഒരു അഭ്യസനത്തിൽ കൂടെ മാത്രം സാധ്യമാകുന്നതാണ്. അപ്പോ വൈദഗ്ധ്യം നേടുക എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഈ കാര്യത്തിൽ ചെയ്തുവെങ്കിലും ഇത് അതിന്റെ ഓപ്റ്റിമം ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ, ഏത് കാര്യം വൈദഗ്ധ്യം ഏറ്റവും നന്നായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ ഒരു സങ്കീർണമോ സമ്പൂർണവുമായിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്കകത്താണല്ലോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ചിത്രം വരെയാണെങ്കിൽ ശരി, പാട്ടിന്റെ കാര്യമാണെങ്കിൽ ശരി, അതല്ല നമ്മളിപ്പോ മറ്റേതെങ്കിലും ഒരു പ്രക്രിയ, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാട്ട്, ചിത്രം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും അല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട്, ഈ 10-40 കൊല്ലമായിട്ട് ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതെന്റെ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്, എന്റെ വാസനയുടെ ഭാഗമായിട്ടാണ്, എന്റെ ചോദനയുടെ ഭാഗമായിട്ടാണ്. അതെന്റെ പർപ്പസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ അതേപോലെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിത് ഈ ലിസ്റ്റിൽ എടുക്കാൻ പറ്റും. എങ്കിലും അതിന് ആദ്യത്തെ ഒരു പെട്ടെന്ന് മനസ്സിലാകാവുന്ന എന്നുള്ള രീതിയിൽ സംഗീതവും ചിത്രരചനയും എടുത്തു എന്ന് മാത്രം. അപ്പൊ ഈ സംഗീതവും ചിത്രരചനയും വെളിപ്പെടണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ശരീരത്തിന്റെ ലെഫ്റ്റ് ആക്ടിവിറ്റികളും റൈറ്റ് ആക്ടിവിറ്റികളും ക്രമീകരിക്കപ്പെടണം. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ക്രമീകരിക്കണം. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കൽ ബ്രെയിൻ ആണെന്നാണ് പറയപ്പെടുന്നത്. റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ ആണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കൊരു ആക്ടിവിറ്റി മുൻപോട്ട് പോകണമെങ്കിൽ ഇത് രണ്ടും കണക്റ്റഡ് ആവണം. ഇനി അതല്ല, നമ്മൾ വേറൊരു രൂപത്തിൽ കാണുകയാണെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഏതൊരു വാസനയിലും. അതിനെ ഇരുത്തത്തോടുകൂടി അതിനെ ഹീൽ ചെയ്തുകൊണ്ട്, അതിനെ റിസൈൽ ചെയ്തുകൊണ്ട്, അതിന്റെ കേടുപാടുകൾ തീർത്ത് അതിന്റെ ഒരു സൗന്ദര്യാത്മകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റഡ് ആവണം. അപ്പോഴാണ് ഒരു സൃഷ്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ അപ്പോഴാണ് കൃത്യമായിട്ടുള്ള ധർമ്മം നടപ്പിലാക്കപ്പെടുക, ഒരു പ്രവർത്തനം ഉണ്ടാവുക. അപ്പോൾ ഈ മിക്കവാറും നല്ല ആയോധന കലകളെല്ലാം തന്നെ ഈ വിധത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഇടംബലം ഭാഗങ്ങളെ ക്രമീകരിക്കുന്നതാണ്. ഈ ക്രമീകരണം എന്നുള്ളതിന് മറ്റു പലതുമായിട്ട്, ശരീരചലനങ്ങളുമായിട്ട്, ശരീരചലനങ്ങൾക്കൊപ്പം തന്നെ മാനസിക ചലനങ്ങളുമായിട്ട്, അവിടെ ശരീരത്തോടുള്ള ശ്രദ്ധയുമായിട്ട്, ശരീരത്തിന്റെ ഒപ്പം തന്നെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതുമായിട്ട് ഒക്കെ ഇതിന് കണക്ഷനുണ്ട്. നമ്മൾ പ്രാണനം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം, ഈ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന അധ്യായം എന്നുള്ളത്. ആ അധ്യായത്തിൽ പ്രാണനം എന്നുള്ള ആ ഒരു പ്രോസസ്സിന് നമ്മുടെ വൈദഗ്ധ്യം വെളിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വല്ലാത്തൊരു തരം റോളുണ്ട്. സത്യത്തിൽ പ്രാണനമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനത്തെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ശരീരചലനം ആവശ്യമാണ്, ബ്രെയിൻ ബാലൻസിങ് ആവശ്യമാണ്, ശരീരത്തിന്റെ ഇടതുവശവും വലതുവശവും തമ്മിലുള്ള അവയവങ്ങളുടെ കോർഡിനേഷൻ ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് ചയോഗ സാധന. ഈ ചയോഗ സാധന എന്ന് പറയുന്നത് ഒരു സജീവമായിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള, ധ്യാനാത്മകമായിട്ടുള്ള അഭ്യാസമാണ്. ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ തുടക്കത്തിൽ ചോദിച്ചതാണ്, ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഞാൻ എന്നുള്ള ഭാവം വിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ ചെയ്യുന്നതിൽ മാത്രമായിരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇരുന്ന് കൊണ്ട് നമ്മൾ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതും പിന്നെ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നതുമാണ് ധ്യാനം എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. ഞാൻ ധ്യാനിക്കാൻ പഠിച്ചു, ധ്യാനിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നതുണ്ട്. സത്യത്തിൽ ധ്യാനം അങ്ങനെ പഠിക്കാനും പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല, അത് സംഭവിക്കലാണ്. ഇത് എല്ലാവരിലും സംഭവിക്കുന്നുമുണ്ട്. ഒരാൾ ഒരു ധർമ്മത്തില് തന്നെ മറന്നുകൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരു ധർമ്മത്തിലായിരുന്നു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ധ്യാനമാണ്. അങ്ങനെ ധ്യാനാത്മകമായ
അല്ലെങ്കിൽ ധ്യാനാത്മകതയിലേക്ക് നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ഒരു അഭ്യാസമാണ് ചയോഗ സാധന. കോട്ടക്കാർവിന്റെ ഒരു കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോം, മോഡിഫൈഡ് അല്ല, കുറച്ചുകൂടെ ആൾട്ടേർഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ചയോഗ സാധന. രണ്ടും ഒന്ന് തന്നെയാണ്, കോട്ടക്കാർവ് തന്നെയാണ് ചയോഗ സാധന, പക്ഷെ അത് ഇതിന്റെ പർപ്പസ് അല്പം വ്യത്യസ്തമാണെന്ന് മാത്രം. അവിടെ നമ്മൾ ഒരു ചലനം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ സംഗീതാത്മകമായിട്ടുള്ള ഒരു ചലനം ശരീരത്തിന് നമ്മൾ നൽകും, സംഗീതത്തിന് കേട്ടുകൊണ്ട് ഒരു ചലനം നൽകും. ആ ചലനത്തിനൊപ്പം ബോധത്തെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു ശീലനമാണ് ഈ ചയോഗ സാധന എന്ന് പറയുന്നത്. അത് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് ഇടംബലം മസ്തിഷ്കങ്ങളെയോ അല്ലെങ്കിൽ ഇടംബലം പ്രവർത്തനങ്ങളെയോ സ്ത്രൈണ പൗരുഷങ്ങളെയോ അല്ലെങ്കിൽ ഇടപിങ്കളകളെയോ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും, പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ചലനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനകത്ത് ബോധത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ചയോഗ സാധന ചെയ്യുന്ന ഒരു പ്രധാന കാര്യം. അതുപോലെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കകത്ത് നമുക്ക് നിശ്ചലത ഉണ്ടാകാൻ നമുക്ക് കഴിയണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു BMW ഒരു കാറ് ഹൈവേയിലൂടെ ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്നു. നമ്മൾ എന്താണ് വിചാരിക്കുക? 200 കിലോമീറ്റർ പോകുന്ന ഒരു കാർ എന്ന് പറയുമ്പോൾ അതിവേഗതയാണ്, അത് മൊത്തം വൈബ്രേറ്റ് ചെയ്ത് ഒരു വല്ലാത്തൊരവസ്ഥയിലായി തീരുന്നൊക്കെ. പക്ഷെ BMW ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ഹെവി സ്പീഡിൽ യാത്ര ചെയ്യാൻ പാകത്തിലാണ്. അതിന്റെ എല്ലാ വശങ്ങളും ആ വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുവരെ വല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ ചെറിയ കുലുക്കോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ 200 കിലോമീറ്റർ സ്പീഡിൽ നല്ല ഹൈവേയിൽ കൂടെ പോകുന്ന ഒരു BMW ഒരു ചലനവുമില്ല എന്ന രീതിയിൽ പോകും. നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ പോകുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് ഉണ്ടാകുക. അതെന്തുകൊണ്ട്? അതിന്റെ എഞ്ചിനീയറിംഗിന്റെ ഗുണം കൊണ്ടാണ്. മാത്രമല്ല അത് മറ്റ് ഹമ്പുകളിലൊന്നും ചാടാതെ മറ്റ് വഴിതിരിവുകളൊന്നും ഇല്ലാതെ അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോ സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് പ്രവർത്തനത്തിനുള്ളിൽ ആ നിശ്ചയത വന്നു ചേരും. നമ്മുടെ അകത്തും അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ ആ പ്രാവീണ്യത്തിന്റെ അകത്തുകൂടെയുള്ള ആ പ്രാവീണ്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ വൈദഗ്ധ്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഒരു കാംനെസ് അനുഭവപ്പെടാൻ കഴിയും, ഒരു നിശ്ചലത അനുഭവപ്പെടാൻ കഴിയും. അത് ധ്യാനാത്മകമാണ്. ആ ധ്യാനാത്മക പ്രക്രിയയാണ് ചയോഗ സാധനയുണ്ട്. അത് നമ്മൾ നൃത്തം ചെയ്യുന്നുണ്ട്. ആ നൃത്തം ചെയ്യുന്നത് ശ്വാസത്തിനനുസരിച്ചാണ്. അതിൽ ലെഫ്റ്റും റൈറ്റും നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്, അതിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുമ്പോഴും നമ്മൾ വളരെ ശാന്തമായി. ഈ പ്രവർത്തനത്തിനകത്ത് നിശ്ചലത നമ്മൾ എങ്ങനെയാണ് ചയോഗ സാധനയിൽ ആർജിക്കുന്നത്? ആ സമയത്ത് ശരീരം, മനസ്സ്, ബോധം ഇവ ഏകീകരിക്കപ്പെടുന്നു. അപ്പോ ഈ വൈദഗ്ധ്യം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ചയോഗ സാധന നമ്മൾ എത്തിക്കുന്നത് എങ്ങനെയാ വെച്ചാല് അവിടെ ഏകോപിതമായിട്ടുള്ള ഒരു ഋതവും ലോജിക്കും, അത് താളം, നമ്മുടെ അകത്തെ താളം, നമ്മുടെ പ്രവർത്തന താളം, അത് പരിസരത്തിന്റെ താളവുമായിട്ട് നമ്മൾ ചേർന്ന് ആ താളത്തെ നമ്മൾ ക്രമീകരിക്കും. ഈ താളത്തിന്റെ മുകളിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ, ആ ശ്രദ്ധയുടെ അനുസരിച്ച് നമ്മുടെ യുക്തിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ താളത്തെയും യുക്തിയെയും നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് അത് വികസിപ്പിക്കും. ചയോഗ സാധന ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലനം. അത് കോട്ടക്കാർ പ്രാക്ടീസുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി നമ്മുടെ ഇടത് വലത് എന്ന് പറയുമ്പോൾ ഇടനാടി, പിംഗളനാടി, അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി, സിമ്പത്തറ്റിക് ആക്ടിവിറ്റി, ഈ രണ്ട് ആക്ടിവിറ്റിയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. നമ്മുടെ വ്യക്തികളിൽ എല്ലാം തന്നെ സ്ത്രീ ഗുണവും പുരുഷ ഗുണവും ഉണ്ടാവും. സ്ത്രൈണ ഗുണം എന്ന് പറയുന്നത് അത് ചാക്രികമാണ്, ചാക്രിക പ്രവർത്തനങ്ങളുടെ ഒരു ഗുണമാണ്. പുരുഷ ഗുണം എന്ന് പറയുന്നത് അത് ഒരു രേഖീയ പ്രവർത്തനത്തിന്റെ ഗുണമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സിസ്റ്റം കൃത്യമായിട്ട് നിലനിൽക്കുക, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുക. ചയോഗ സാധന പ്രാക്ടീസ് നടത്തി ഇതാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം ചെയ്യാൻ പാകത്തിലുള്ള ന്യൂറൽ പാത്വേ, നമ്മളിപ്പോ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ചിത്രം വരയുടെ ഒരു ന്യൂറൽ പാത്വേ വെളിപ്പെടും. പാട്ട് പാടുന്നതിന്റെ ഒരു ട്രാക്ക് ഇതുവരെ തെളിയാത്തത് തെളിഞ്ഞു വരും. ചയോഗ സാധന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തുള്ള ഫാക്കൽറ്റീസ് എന്തെല്ലാമാണോ ഉള്ളത് ഇവയെല്ലാം തന്നെ വെളിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾ അതിനു മുമ്പ് ചെയ്ത് പ്രാവീണ്യം നേടി പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലാതെ തന്നെ നമ്മുടെ അകത്തെ ശേഷികൾ വെളിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ചയോഗ സാധന നിരന്തരമായിട്ട് ചെയ്യും. ചയോഗ സാധന എന്നുള്ളതല്ല, ഇപ്പോ കളരി ആണെങ്കിലും ശരി, തായ്ച്ചി ആണെങ്കിലും ശരി, ചിഗോങ് ആണെങ്കിലും ശരി, ശിവനാട്ടെ ആണെങ്കിലും ശരി, ഈ വിധത്തിലുള്ള ഡൈനാമിക് മെഡിറ്റേഷൻ മെത്തേഡുകൾ അല്ലെ ഡൈനാമിക് പ്രാക്ടീസുകൾ, മാർഷ്യൽ ആർട്ടുകൾ, ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്.
അപ്പോ അതിൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മളത് വെറുതെ ഒരു പ്രാക്ടീസ് മാത്രമായിട്ട് കൊണ്ടുപോകാനുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അകത്തുള്ള സ്വാഭാവികമായ പാതകളെല്ലാം ശക്തിപ്പെടും. അതിലൂടെ നമ്മുടെ അകത്തുള്ള വാസനകൾ പുറത്തേക്ക് കൊണ്ടുവരും. ഈ വാസന ഉള്ള ഒരാള് ഇത് സ്ഥിരമായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, യോഗസാധന നിരന്തരമായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രവാഹാവസ്ഥയിലേക്ക് കയറും, ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറും. ആ ഫ്ലോ സ്റ്റേറ്റ് ആണ് നമ്മൾ സിദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് ഋതുവും ലോജിക്കും വികസിക്കും, ഇടത് വലത് മറ്റേ നാഡീവ്യൂഹങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യും, സ്ത്രീ പുരുഷ ഗുണങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യും. ഇത് ബാലൻസ് ചെയ്ത് നാച്ചുറലി വർക്ക് ചെയ്ത സമയത്ത് ഉള്ളിലെ ഈ സ്വാഭാവികമായ പാതകളെല്ലാം ശക്തിപ്പെടും. ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് കൊണ്ടുണ്ടാവുന്ന ഒരു ട്രാക്കിലുള്ള, ഇപ്പൊ ചിത്രം വരയ്ക്കുന്നവർക്ക് ചിത്രവരയിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്നുള്ളതിന് പകരം ഉള്ളിൽ എന്തെല്ലാം ശേഷികളുണ്ടോ, എന്തെല്ലാം ഉള്ളിലുണ്ടോ അവയുടെ എല്ലാം പാതകൾ ശക്തിപ്പെടും. അത് നമ്മുടെ നൈസർഗികമായ വാസനകളെ പുറത്തു കൊണ്ടുവരും. യോഗസാധന നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ വാസനകൾ പുറത്തേക്ക് വരുന്നതോടുകൂടി അത് നമുക്ക് സിദ്ധിയായി, പ്രാവീണ്യമായിട്ട് നമുക്ക് അറിയപ്പെടും. നമ്മൾ ഇന്നലെ പറഞ്ഞു, സിദ്ധിയിലേക്ക് നമ്മൾ എത്തുക അല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷെ ആ സിദ്ധിയിൽ വരുമ്പോഴാണ് നമ്മുടെ ഒപ്റ്റിമൽ ലെവല്, നമ്മുടെ ശരിക്കുള്ള പെർഫോമൻസ് നടത്താൻ കഴിയുക. നമ്മുടെ ശരിക്കുള്ള പെർഫോമൻസ് നടത്താൻ വെച്ചാൽ അതിനർത്ഥം എന്താ? നമ്മൾ ഈ മാഗ്നിഫിസന്റ് ഒബ്സഷൻ എന്നുള്ള ഒരു മൂവിയിലെ ഒരു പാട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ടേബിൾ ലാമ്പ് കടയിൽ നിന്ന് വാങ്ങുന്നു, വീട്ടിലെ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നു. ടേബിളിൽ വെക്കുന്ന ഒരു സാധനം മാത്രമേ ആയുള്ളൂ. ടേബിൾ ലാമ്പായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ പവർ സപ്ലൈ കോഡ് എടുത്തിട്ട് അതിന്റെ പ്ലഗിൽ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം. ആ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ സാധനം ആക്റ്റീവ് ആവുക. അതുവരെ ഇതൊരു പേര് മാത്രമാണ്, ടേബിൾ ലാമ്പ് എന്നുള്ളൊരു പേര് മാത്രമാണ്. അതുപോലെ ഞാനെന്നുള്ളൊരു വ്യക്തി ഒരു പേര് മാത്രമാണ്. എന്റെ പ്രവാഹനില ശരിയായി വന്ന് ഞാൻ എന്റെ സ്രോതസ്സുമായി കണക്ട് ആകുമ്പോൾ, അതുമായി യോജിപ്പിലെത്തുന്ന സമയത്ത് എന്റെ ഉള്ളിലെ സിദ്ധി വെളിയിലേക്ക് വരും. ആ സിദ്ധി വെളിയിലേക്ക് വരിക എന്നുള്ളത് ഞാൻ കണക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ അർത്ഥമാണ്. ലൈറ്റ് കത്തി തുടങ്ങി എന്നുള്ളതാണ്. ആ ലൈറ്റ് കത്തി തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. അതോടെ ജീവിതം പൂർണ്ണമായി സമ്പൂർണമായി എന്നുള്ളതല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ യോഗ സാധന നമ്മളെ സിദ്ധിയിലേക്ക് എത്തിക്കുന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പിന്നെ ഉറപ്പായിട്ടും അത് ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മളിൽ ഉണ്ടാക്കും. നമ്മള് ശരീരത്തില് ഉള്ള കൊഴുപ്പുകൾ കടന്നു പോകാനും ശരീരത്തിലെ എല്ലാ ജോയിന്റുകളെയും ഇളക്കാൻ ഇത് സഹായിക്കും. നമുക്ക് പലതരം കോർഡിനേഷനുകൾ, നമ്മുടെ പരിസരവുമായിട്ടുള്ള കോർഡിനേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കോർഡിനേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ മനസ്സിന്റെ ഒരു ബാലൻസ്, മെന്റൽ ബാലൻസ്, അത് നാച്ചുറലി ഡെവലപ്പ് ചെയ്തു വരും. പിന്നെ പലതരം ബോധങ്ങൾ നമ്മൾ ഉണരും. അതിപ്പോ ഈ നമ്മുടെ പരിസരത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരുമിച്ച് ചേർന്നുള്ള ഹാർമണി, നമ്മുടെ അകത്ത് തന്നെയുള്ള റിഥം, അതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, നമ്മൾ നിൽക്കുന്ന ഇപ്പൊ പായയിലൊക്കെ നിന്നാ ചെയ്യുക, അപ്പൊ പായയുടെ ആ ഒരു സ്പേസ്, ഡിറക്ഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സെൻസസ്, പലതരം സെൻസുകളെയും അത് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാഹ അവസ്ഥ അല്ലെങ്കിൽ ഫ്ലോ സ്റ്റേറ്റ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ. ആ ഫ്ലോ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരീരത്തിനകത്ത് എന്തൊക്കെ എവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്ത് കൃത്യമായിട്ട് വൈറ്റാലിറ്റി നമുക്ക് അവൈലബിൾ ആയിരിക്കും, അറിയാൻ കഴിയുന്നത് കൊണ്ട് കൂടെ നമുക്ക് മറ്റേ ജീവശക്തിയുടെ കേന്ദ്രീകരണം എവിടെ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങും. അതിലൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട്, നമ്മുടെ പ്രകൃതിയുമായും പരിസരവുമായിട്ടുള്ള ആ ഏകീകരണം സംഭവിക്കും. ഇത് തന്നെയല്ലേ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത്. ആത്മധ്യാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഏകീകരണമാണെന്ന്, യോഗത്തിലാവുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ യോഗ സാധന എന്നുള്ളത് അതിലേക്ക് എത്താനുള്ള, ഫിസിക്കലി എത്തിക്കാനുള്ള ഒരു ടൂളാണ്. നമ്മൾ പറഞ്ഞു യോഗ സാധന, PSP ആൻഡ് പ്രാണനം, ഈ 3 കാര്യങ്ങളാണ് ഇതില് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ഈ 3 ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളായി. നിങ്ങൾക്ക് യോഗ സാധന ചെയ്യാൻ നിവൃത്തിയില്ല. നിങ്ങൾ ലയ യോഗ ചെയ്താൽ മതി. യോഗ പഠിക്കുക, അത് ലയ യോഗ എന്ന് വെച്ചാൽ ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ യോഗാഭ്യാസം മുറ ഒന്ന് ചെയ്താൽ മതി. ലയ യോഗയുടെ ഒരു ഉദാഹരണം സൂര്യ നമസ്കാരമാണ്. ഒരു ആസനമല്ല ചെയ്യും, ഒരു ആസനത്തിൽ നിന്ന് മറ്റേ ആസനത്തിലേക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരവസ്ഥ. അത്തരത്തിൽ ലയോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ തന്നെ എത്തും. പക്ഷെ അത് കുറച്ചുകൂടെ സമയം ചെയ്യേണ്ടി വരും. ഇത് കുറഞ്ഞ സമയം കൊണ്ട് 35 മിനിറ്റ് കൊണ്ട് ഈ കാര്യത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും. അപ്പോ
സയോഗ സാധന എന്ന് പറയുന്നത് ധ്യാന പ്രക്രിയയാണ്. അവിടെ നമ്മൾ ആ പ്രവർത്തനങ്ങൾക്കുള്ളിലെ ബോധത്തെ ഉണർത്തി നിർത്തുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അത് നമ്മുടെ എക്സ്പെർട്ടൈസിലേക്ക്, നമ്മുടെ വൈദഗ്ധ്യത്തിലേക്ക് നയിക്കാനുള്ള പ്രായോഗിക മാർഗമാണ്. അത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സിദ്ധിയിലേക്ക്, എന്താണോ പ്രകൃതി അസൈൻ ചെയ്തിട്ടുള്ള ആ സിദ്ധിയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ബോധപൂർവമായുള്ള ചലനമാണ് ശരിയായ വൈദഗ്ധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുക. ആ വൈദഗ്ധ്യമാണ് നമ്മൾ സിദ്ധിയിലേക്ക് എത്തിക്കുക. അത് എത്തിക്കാൻ സയോഗ സാധന നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഈ സയോഗ സാധന എന്നുള്ളതിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത് ബോധപൂർവം പ്രാണനം ചെയ്യലാണ്, ചലിച്ചുകൊണ്ട് പ്രാണനം ചെയ്യലാണ്. അത് പ്രാക്ടീസുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോ ഈ സയോഗ സാധന എന്താണെന്നുള്ളതിന്റെ ഒരു പ്രാഥമിക രൂപം കിട്ടിക്കാണുമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഏതെങ്കിലും പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുക, അതിനെക്കുറിച്ച് ഒന്ന് പറയുക. ഈ അറിവുകളുമായിട്ട് ഈ ചിന്തകളുടെ തുടർച്ചയായിട്ട് നാളെ പുതിയ വിഷയങ്ങളിലേക്ക് കയറാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.